അതൊക്കെ രസമല്ലേ, ചുമ്മാ ഇവിടെ അതൊന്നും വലിയ വിഷയമുള്ള അല്ല കാര്യമില്ല. മിഥുനെ, ഞാനൊരു സ്ക്രീൻ കാസ്റ്റ് ഇട്ട സമയത്ത് ഞാനും ജിഫീസും ഈ രുദ്രേട്ടനും മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ. അപ്പൊ രുദ്രേട്ടൻ പറഞ്ഞതാണ്, അപ്പൊ ഞാൻ അറിഞ്ഞതാ. സബ് പൊന്നിച്ചേച്ചി ചെയ്തു രുദ്ര കേട്ടോന്ന് സുഖമാണോ പറയുന്നുണ്ട്. വർക്കിനാണോ? അല്ല, രാജീവേട്ടൻ രാജീവേട്ടൻ ഇപ്പൊ എങ്ങനെ ഈ ചാനലിൽ വന്നേ? ചുമ്മാ സ്ക്രോൾ ചെയ്ത് വന്നതാണോ? വിഷ്ണു അയച്ചു കൊടുത്തതാണോ? താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു വിഷ്ണു. ആണോ? ആണെന്ന് തോന്നുന്നു, ആരോ അയച്ചു കൊടുത്തത്. റോസമ്മയ്ക്ക് ആരുടെ അറിയായിരുന്നു, ഹസ്ബൻഡാ? എനിക്കറിയത്തില്ലായിരുന്നു. ആരുടെ ഹസ്ബൻഡാ? സൗമ്യ ചേച്ചി ഉണ്ടല്ലോ, സൗമ്യ, അനുപമ ആ ചാനല്. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ അതെ. റോസ് ചേച്ചി എനിക്കും അറിയാമായിരുന്നു. ചുമ്മാ ഞാനും തള്ളി തള്ളി വന്നു. ജിഷി കണ്ട റോസ് ചേച്ചി കലിപ്പില ഉണ്ടല്ലോ, പോടാന്ന് പറയുന്നു. ജിഫി ഇവിടെ വാ, ടീമോട്ട തരാന്ന് പറയുന്നുണ്ട്. ചുമ്മാ തള്ളി തള്ളി വന്നു എന്ന് പറയുന്നുണ്ട് രാജീവായിട്ട്. ജിഫീസ് പോടാന്ന് പറഞ്ഞിട്ട് കലിപ്പിക്കുന്നുണ്ട്. സുഖം ചിന്നു, പൊന്നു, മിന്നു കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. സുഖം ചിന്നു, പൊന്നു, മിന്നു. അത് തെക്ക് വിളിക്കുന്നില്ലേ അങ്ങനെ? ജെഫ് മുഖത്ത് ഇത്രയും പൊട്ടിയോന്ന് ചോദിക്കുന്നുണ്ട് വിക്രമൻ. എല്ലാം പൊട്ടിയിരിക്കുക, പൊട്ടിയതിലൊക്കെ പിടിച്ചു നിർത്തിയേക്കുക. അതൊക്കെ ഇവിടെ ചോദിക്കല്ലേ. റോസ് ചേച്ചി ഇക്രു എന്ന് ഉറച്ചിരിക്കുന്നുണ്ട്. ജിഫീസ് ചീമുട്ട നീ തന്നെ തിന്നു കൊടിമുള്ളിയോ? തെറിയാണോ വായിക്കണ്ട. ജിഫീസ് വീട് എവിടായിരുന്നു? രുദ്രൻ ഒന്നും ഇങ്ങനെ വിളിക്കില്ല എന്നെ. ഇത് രുദ്രേട്ടനാന്നാ പറഞ്ഞത്. ഏത്, ഇക്രുവോ? ഇക്രു രുദ്രനല്ല. ക്രീമിന് പകരം ക്യൂടെക്സ് ആണോ ജെഫ് ഇട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. രുദ്രനല്ല. എന്നോട് പറഞ്ഞത് മറ്റേ രുദ്രനാണോ, മറ്റു വേറൊരു രുദ്രൻ ചേട്ടൻ ഇല്ലായിരുന്നു പൊന്നിച്ചേച്ചിയുടെ ലൈവില്. ഞാൻ ചോദിച്ചു അതാണോ അതോ നമ്മളെ രുദ്രേട്ടനാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു രുദ്രനാന്ന് പറഞ്ഞു. രുദ്രൻ രുദ്രന്റെ ചേട്ടനാണോ കാളി? അല്ലയോ? അതെ അതെ അതെ, അവര് ഭയങ്കര കമ്പനിയാണ്. രുദ്രന്റെ ബ്രദറാണോ അത്? അവിടെ ചുമ്മാ പറയുന്നതാണോ? ഇതില് വയറ്റിലുള്ള ബ്രദറാന്ന് തോന്നുന്നു. അങ്ങനെ എന്നോട് അങ്ങനെ പറഞ്ഞേ. രുദ്രന്റെ പേര് സുന്ദരി ഒന്നല്ല, പറഞ്ഞ വിവേക് ബ്രോ. ആരെങ്കിലും വന്നതാവെന്ന് പറഞ്ഞു. ഋതുൻ രക്ഷകൻ ചാൻസ് ഉണ്ട്. ഋതുനല്ലെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. രക്ഷകനാണോ? രക്ഷകനെ ഇടയ്ക്ക് വിളിച്ച അങ്ങനെ. രക്ഷകൻ അന്ന് എന്നെ ഏറെ കയറ്റിട്ട് പോയതാ, പിന്നെ ഒരനക്കവും ഇല്ല, ആദ്യമില്ല. ഋതുന് അന്ന് ആശയ ഞാൻ ആദ്യം ജാസുവിന്റെ ലൈവിൽ കൊണ്ടുവന്നതിന്റെ അന്നേ പാട്ട് രാജീവേട്ട ടൂതറി കയറുന്ന ടുഗതറാ 2 പാട്ട് പാടോ? ഫ്രീ ആണോ? എന്നാ ഞാൻ ഇപ്പൊ ഇറങ്ങാം. രാജേട്ടൻ നല്ല അടിപൊളി പാട്ടൊക്കെ പാടും. നമ്മുടെ തിരുമേനിയുടെ കൂട്ടാ, തിരുമേനിയെക്കാട്ടില് സെറ്റപ്പ് ആയിട്ട് പാടും. രാജേട്ടാ ഫ്രീ ആണോ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഇന്ന് ഡ്യൂട്ടി ഇല്ലല്ലോ. ഫ്രീ ആണോ? കയറുന്നോ? നമുക്കൊന്നും പാട്ട് വലിയ വശമില്ല. സുന്ദരി ചേച്ചി ഹായ് മോളെ പറഞ്ഞു പുച്ഛിക്കുന്നുണ്ട്. ആകാശ് രുദ്രനാണെന്ന് പറയുന്നുണ്ട് ജിഫീസ്. വിവേക് എന്ന് പറഞ്ഞ സ്റ്റേതായിരുന്നു. സുന്ദരി ചേച്ചി മിഥുൻ എന്ന് പറഞ്ഞ് പല്ലി അടിക്കുന്നുണ്ട്. വിവേക് ബ്രോ ഹലോ. ചീഞ്ഞ കപ്പസുന്ദരി എന്ന് പറയുന്നുണ്ട്. രാജീവ് സിൻകുട്ടി എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട്. സുന്ദരി ചേച്ചി പൊന്നു എന്ന് പറഞ്ഞ ഹാർട്ട് തരുന്നുണ്ട്. വെറുപ്പിക്കാനായിട്ട് ഇല്ല. രുദ്രൻ താണ്ട വന്നു. രുദ്രൻ ബാക്കി ഒന്നിനും മനസ്സിലായില്ല. രുദ്രനാണപ്പോ. അങ്ങനല്ല, വെറുപ്പിക്കാനല്ല രാജേട്ടൻ. നമ്മള് പാട്ട് പാടത്തില്ല അങ്ങനെ. നമ്മള് വെറുതെ ചുമ്മാ ഇങ്ങനെ കത്തി അടിച്ചോണ്ടിരിക്കത്തേ ഉള്ളു. പാട്ട് പാടുന്നവര് വന്നു കഴിഞ്ഞാൽ നമ്മളതിന് പാട്ട് പാടിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ അവിടുന്ന്. രുദ്രേട്ടൻ കണ്ട, രുദ്രേട്ടൻ തന്നെയാ എല്ലാരും പറഞ്ഞ അല്ലെന്ന് പറഞ്ഞത് രുദ്രേട്ടൻ. അതുകൊണ്ട് ഐഡിയയിൽ വന്ന്. അല്ല, അങ്ങനെ കമന്റ് ഇടത്തില്ല രുദ്രൻ. അങ്ങനെ ഒന്നും സാധാരണ കുത്തെന്ന് പറയുന്നുണ്ട്. രാജേട്ട ഇറങ്ങട്ടെ ഇപ്പൊ പറ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് 2 പാട്ടൊക്കെ പാടിയിട്ട് പോകും. അതാകുമ്പോ എനിക്ക് ജിമ്മിൽ പോകാനുള്ള സമയമായി. എന്തായാലും ഞാൻ ഇപ്പൊ ഇറങ്ങും. 4:30 ആയി.